നമസ്കാരം. അപെക്സ് ടോക്കൺ എന്ന കമ്പനിയിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ അപെക്സ് ടോക്കൺ എന്ന കമ്പനിയിൽ പണമിടാൻ നിങ്ങളുടെ അടുത്ത പരിചയക്കാരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ നിർബന്ധിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രദ്ധിക്കുക. തികച്ചും ദുരൂഹം എന്ന് പറയാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്, സമാനതയുള്ള പേരിലും അതുപോലെ സമാനതയുള്ള ലോഗോയിലും ഒക്കെ മറ്റ് കമ്പനികൾ, എല്ലാത്തിനും പുറമെ ദുരൂഹമായ ഒരു റഷ്യൻ കണക്ഷൻ എന്നിവയാണ് ഈ അപെക്സ് ടോക്കൺ എന്ന കമ്പനിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ളത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല സൂചികകളിലും മികച്ചു നിൽക്കുന്നവരാണ് എന്ന് പറയുകയും അങ്ങനെ നിൽക്കുന്നവരും അതിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരൊക്കെയാണ് മലയാളികൾ. എന്നാൽ കുറച്ചധികം ലാഭം കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഏതൊരു തട്ടിപ്പിലും കൊണ്ടുപോയി കാശിടുന്നവരും കൂടിയാണ് ഇതേ മലയാളികൾ. കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയായ ഹൈറിച്ചിനെതിരായി കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ കർശനമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതിന് അന്വേഷണമൊക്കെ നടക്കുകയാണ്. അപ്പോൾ പോലും ഈ കമ്പനിക്ക് ജയ് വിളിക്കുകയാണ് പണം പോയ പലരും എന്നതാണ് വസ്തുത. ഇങ്ങനെയുള്ള ഒരിടത്തേക്കാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അപെക്സ് ടോക്കൺ എന്ന ഒരു UK കമ്പനി രംഗപ്രവേശനം ചെയ്യുന്നത്. പല എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മൾട്ടി യൂട്ടിലിറ്റി ക്രിപ്റ്റോ ആണെന്നും ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താം, അതുവഴി ലാഭമുണ്ടാക്കാം എന്നൊക്കെയാണ് കമ്പനിയുടെ വെബ്സൈറ്റും അതുപോലെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഒക്കെ ഉള്ള വിവരങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ ഗ്രൗണ്ടിൽ, അതായത് കേരളത്തിൽ, ഈ കമ്പനി ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റ് പല പരിപാടികളുമാണ്. 4500 രൂപയുടെ ക്രിപ്റ്റോ കറൻസി വാങ്ങുക, അത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് പലിശ നൽകുമെന്നും പിന്നീട് വിറ്റാൽ വൻ ലാഭം കിട്ടുമെന്നും ഒക്കെയാണ് ഇതിന്റെ ആളുകൾ പറയുന്നത്. എന്നാൽ ഇടത്തും വലത്തും ആളെ ചേർത്താൽ കിട്ടുന്ന ബൈനറി റഫറൽ ഇൻകവും ഓരോ സ്റ്റേജിൽ എത്തുമ്പോഴുള്ള ടൂറുകളും ഒക്കെയാണ് പരിപാടി. താഴെത്തട്ടിലൊക്കെ അച്ചീവ് ചെയ്യുന്നവർക്ക് മൈസൂരിലേക്കൊക്കെയാണ് ടൂറെങ്കിൽ മുകളിലെ തട്ടിലൊക്കെ എത്തുന്നവർക്ക് തായ്ലൻഡിലേക്കൊക്കെയാണ് ടൂർ പാക്കേജ്. ലോകത്തിലെ ഏത് ക്രിപ്റ്റോ കറൻസി കമ്പനിയാണ് ലാഭത്തിനൊപ്പം ബൈനറി ഇൻകവും മൈസൂരിലേക്ക് ടൂറും ഒക്കെ കൊടുക്കുന്നത്? അത്രയും മികച്ച കമ്പനിയാണ് ഇത് എന്നാണ് ഇതിന്റെ പ്രൊമോട്ടർമാർ പറയുന്നത്. കൊല്ലം സ്വദേശിയായ ഒരു വ്യക്തിയാണ് യൂട്യൂബ് വഴിയൊക്കെ ഇതിന്റെ ഒരു പ്രധാന പ്രൊമോഷൻ പരിപാടികളൊക്കെ നടത്തുന്നത്. ഈ കമ്പനി എന്തുകൊണ്ട് വിശ്വാസയോഗ്യമാകുന്നു എന്നതിന് കാരണമായി അതിലെ നിക്ഷേപകർ, അതായത് ഈ പറയുന്ന ആളുകൾ പറയുന്ന ചില കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. പ്രധാനപ്പെട്ടത്, ഇത് സുരക്ഷിതമായ ക്രിപ്റ്റോ നിക്ഷേപമാണത്രേ കമ്പനിയുടെ പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് വിശ്വാസയോഗ്യമാണ്. പടുകൂട്ടൻ ക്രിപ്റ്റോ കമ്പനികൾ പോലും അവരുടെ ഉപഭോക്താക്കളോട് മാർക്കറ്റ് റിസ്കിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോഴാണ് ഇവിടെ ഒരു റിസ്ക്കും ഇല്ലാത്ത സുരക്ഷിത നിക്ഷേപമാണ് ക്രിപ്റ്റോ എന്നൊക്കെ ഇവർ പറയുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതായത് ക്രിപ്റ്റോയുടെ ഭാഗം അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഇതിന്റെ ഈ പിരമിഡ് സ്ട്രക്ചറിലേക്കൊക്കെയാണ് പോകുന്നത്. വിശ്വാസ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ കമ്പനി UK ബേസ്ഡ് ആയ ഒരു കമ്പനിയാണ് എന്നുള്ളതാണ്. കൂടാതെ ഇതിന്റെ CEO ഒരു മലയാളിയാണ് എന്നുള്ളതും ഇവരിങ്ങനെ എടുത്തു പറയുന്ന കാര്യമാണ്. ഈ രണ്ട് വസ്തുതകളും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പാസ്പോർട്ടുള്ള ആർക്കും ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് UK-യിൽ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. കുറഞ്ഞ ഫീസ് വാങ്ങിക്കൊണ്ട് അങ്ങനെ കമ്പനി രജിസ്ട്രേഷൻ നടത്തി കൊടുക്കുന്ന നിരവധി ഓൺലൈൻ ഏജൻസികളും ഉണ്ട്. ഇത് അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. അതല്ല, ഇതിന് UK-യുമായി ബന്ധമൊന്നുമില്ല. കമ്പനി CEO ആയ അഭിജിത് മാണി എന്ന വ്യക്തി ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണെന്നും നിലവിൽ UAE-യിലെ സ്ഥിരതാമസക്കാരനാണെന്നുമുള്ള വിവരം കമ്പനി രജിസ്ട്രേഷൻ രേഖകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന യങ് CEO ആയ ഒരു വ്യക്തിക്ക്, അതായത് അഭിജിത് മാണിക്ക്, ഒരു സോഷ്യൽ പ്രൊഫൈൽ ഇല്ല. അങ്ങനെയൊന്നും ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ അത് കമന്റായി ഇടാൻ അഭ്യർത്ഥിക്കുന്നു. കമ്പനിയുടെ UK കണക്ഷനെ പറ്റി വലിയ രീതിയിലൊക്കെ പറയുന്ന ഇതിന്റെ ആളുകൾ കമ്പനിക്ക് ഒരു റഷ്യൻ കണക്ഷൻ ഉണ്ടെന്ന കാര്യം കൂടി പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഈ കഴിഞ്ഞ നവംബർ മാസത്തിലാണ് കമ്പനിയുടെ CFO അഥവാ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി റഷ്യൻ പൗരനായ ദിമിത്രി ഇവാനോവിച്ച് പെട്രോവിനെ നിയമിച്ചിരിക്കുന്നത്. വെറും CEO മാത്രമല്ല, കമ്പനിയുടെ ഡയറക്ടറായി കൂടിയാണ് നിയമനം. രേഖകൾ പ്രകാരം ഇയാൾ നമ്മുടെ അഭിജിത് മാണിയെ പോലെ തന്നെ UAE-യിൽ ഒരു സ്ഥിരതാമസമാക്കിയ കക്ഷിയാണ്. റഷ്യൻ പാസ്പോർട്ട് ഹോൾഡറായ ഇയാൾക്ക് 32 വയസ്സുണ്ട് എന്നാണ് രേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കമ്പനിയിൽ CFO ഒക്കെ ആയി എത്തുന്ന ഒരാൾക്ക്, അതും UAE-യിലൊക്കെ താമസിച്ച് ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷണലിന് ചുരുങ്ങിയത് ലിങ്ക്ഡ്ഇനിൽ ഉൾപ്പെടെ പ്രൊഫൈലുകളൊക്കെ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ ഇദ്ദേഹത്തിന് അങ്ങനെയൊന്നും കാണുന്നില്ല.
ഇനി അങ്ങനെയൊന്നുണ്ടെന്ന് അറിവുള്ളവർ ഉണ്ടെങ്കിൽ അതും ഈ വീഡിയോയുടെ അടിയിൽ കമന്റായി ഇടാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു സംഭവം കൂടി ചൂണ്ടിക്കാട്ടാം. കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ ലിങ്കിൽ നിന്നും എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ ഉണ്ട്, അതായത് എക്സ് ഹാൻഡിൽ ഉണ്ട്. അതിൽ ഷെയർ ചെയ്തിരിക്കുന്ന പോസ്റ്റുകളിൽ ചിലതിൽ അപെക്സ് എന്ന ഒരു കമ്പനിയുടെ പേര് കാണാം. സമാന ലോഗോ തന്നെ, ചെറിയ മാറ്റമേ ഉള്ളൂ, പേരിലും സമാനത. ഇത് അപെക്സ്, അത് അപെക്സ്. ഇതിനും വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. കോപ്പിറൈറ്റ് പ്രശ്നം ഒഴിവാക്കാനായി വീഡിയോയിൽ അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ ഈ രീതിയിൽ അത് പരിശോധിക്കാവുന്നതാണ്. എന്തിനാണ് സമാന പേരിൽ സമാന ലോഗോ ഒക്കെ ഉള്ള രണ്ട് കമ്പനികൾ എന്നത് വാലിഡ് ആയ ഒരു ചോദ്യമാണ്. ഇത് അടിമുടി ദുരൂഹം തന്നെയാണ്. UK കമ്പനി ക്രിപ്റ്റോ ബിസിനസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് MLM മാതൃകയിൽ ഒരു ക്ലാസിക് പോൺസി സ്കീമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഹൈറിച്ചിന് സൂപ്പർ മാർക്കറ്റും OTTയും ഒക്കെ ആയിരുന്നു പ്രൊഡക്റ്റുകളെങ്കിൽ ഇവിടെ ക്രിപ്റ്റോ ആണ്. ബൈനറി ഇൻകം, മൈസൂർ ട്രിപ്പ് ഒക്കെ ഓഫർ ചെയ്യുന്ന കമ്പനി ഇക്കാര്യങ്ങളൊന്നും അവരുടെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പലയിടത്തും ലിസ്റ്റ് ചെയ്ത ക്രിപ്റ്റോ കറൻസി ആണെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്നും അത് വാങ്ങുകയും ഹോൾഡ് ചെയ്യുകയും കച്ചവടം നടത്തുകയും ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അതിനെന്തിനാണ് ഇങ്ങ് കൊല്ലത്ത് ഇടത്തും വലത്തുമൊക്കെ ആളെ ചേർക്കുകയും മൈസൂരിലേക്ക് ടൂർ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത്? ഇനി ഒരാൾ ന്യൂയോർക്കിൽ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് ഇവരുടെ ക്രിപ്റ്റോ വാങ്ങിയെന്ന് കരുതുക. അയാൾക്ക് മൈസൂരിലേക്കാണോ ടൂർ ഓഫർ കിട്ടുക, അതോ കാലിഫോർണിയയിലേക്കോ? ഇനി കമ്പനി CEO ആയ ദിമിത്രി ഇവാനോവിച്ച് പെട്രോവിന്റെ നാട്ടിൽ നിന്ന്, റഷ്യയിൽ നിന്നും ഒരാൾ കമ്പനിയിൽ ചേർന്നാൽ അയാൾക്കും മൈസൂർ വരേണ്ടി വരുമോ, അതോ സൈബീരിയയിലേക്കോ മറ്റോ ടൂർ പാക്കേജ് ഉണ്ടോ? ഇക്കാര്യം കൂടി ഒന്നും അറിയാവുന്നവർ പറഞ്ഞാൽ ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ അടിമുടി പ്രശ്നങ്ങളാണ് ഇതിൽ. ബൈനറി ഇൻകവും മൈസൂർ ടൂറും തായ്ലൻഡ് ടൂറും എല്ലാം കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടെ ഷെയർ തന്നെ കിട്ടുമെന്നാണ് മറ്റൊരു വാഗ്ദാനം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിക്ക് എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് ഷെയർ വാഗ്ദാനം ചെയ്യാനാവുക? ഇതിനൊന്നും കൃത്യമായ ഒരു ഉത്തരവുമില്ല. ഞാൻ ഈ കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കാശ് കിട്ടുന്നുണ്ട്. ഇത് മാത്രമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി. ഇങ്ങനെ ഒട്ടേറെ ദുരൂഹതയുള്ള വിദേശ ബന്ധങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെയുള്ള കമ്പനി നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങനെ പണം പിരിക്കുന്നത്, അതായത് കോടികൾ പിരിക്കുന്നത് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. ഇരട്ടിപ്പിച്ചു തരാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ യാതൊന്നും ആലോചിക്കാതെ കാശ് കൊണ്ടുപോയി, അതും ലോൺ എടുത്തിട്ടൊക്കെ കാശ് കൊണ്ടുപോയി ഇടുന്ന മലയാളിക്ക് ഇതൊന്നും വലിയ പ്രശ്നമായിരിക്കുകയില്ല എന്നറിയാം. മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.